ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് മെയിൻ്റെനൻസ് ഇല്ല, നോ മെയിൻ്റെനൻസ്. ഏറ്റവും വലിയ പ്രത്യേകത ഡോക്ടറൈൽ സ്റ്റോൺ കോട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്ന മോർ ദാൻ 70% നാച്ചുറൽ സ്റ്റോൺ ഗ്രാനുൾസ് ആണ്. നാച്ചുറൽ ആണ്. ഇതിന്റെ ജോയിന്റ്സ് വളരെ ക്ലീൻ ആയിട്ട് കട്ട് ചെയ്ത് പോകും. ചില സ്ഥലത്ത് ജോയിന്റ്സ് ഉണ്ടോന്ന് അറിയുന്ന പോലെ. അതെ, ഇപ്പൊ വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം ആൽഗ റെസിസ്റ്റന്റ്. അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതെ അതെ. ഇതുപോലുള്ള ബഹളങ്ങളായിരിക്കും സാധാരണ റൂഫിംഗ് ഷീറ്റിൽ കേൾക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ ഇതിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും നല്ലൊരു ശബ്ദം. അത് പുറത്തേക്കുള്ള ശബ്ദമാണ്, ഉള്ളിലേക്ക് ആ സൗണ്ട് ഉണ്ടാവുകയില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവര് റഫായിട്ടാണ് ചവിട്ടുന്നത്. ധൈര്യത്തിൽ ചവിട്ടാം, കോൺഫിഡന്റോടെയാണ് ചെയ്യുന്നത് അല്ലേ? ഈ കാണുന്ന ഒറ്റ പ്രൊഡക്റ്റ് മതി നമുക്ക് ഒരു വീടിന്റെ റൂഫിംഗ് ചെയ്യാൻ. 4 ടൈലിന്റെ വലിപ്പം വരികയാണ്, ഒരിക്കലും പൊട്ടില്ല, ഒന്നും ആവില്ല. നമ്മൾ ഈ സൈറ്റിന്റെ അടുത്തുള്ള വീട്ടിൽ പോലും നമ്മൾ നോക്കുമ്പോ റൂഫിംഗ് ടൈലിൽ ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അല്ലെ? മഴക്കാലമായ അത് സ്വാഭാവികമാണ്. ആദ്യമായിട്ട് സ്റ്റോൺ കോട്ടഡ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു ടീമാണ് അല്ലേ? സ്വന്തം വീട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ അതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു കാണും അല്ലെ? മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഉറക്കില്ല. അതെ, പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെയുള്ള ഒരു മെയിൻ്റെനൻസോ കാര്യങ്ങളോ നമുക്കില്ല. അല്ല, ഇപ്പോഴാണ് ഉറങ്ങാൻ തുടങ്ങിയത് രാത്രി. ഹലോ ഫ്രണ്ട്സ്, റൂഫിംഗിന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോൺ കോട്ടഡ് റൂഫിംഗിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡോക്ടൈലിന്റെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റ്. ആ റോഡിന് പകരം എന്ന് മാത്രമല്ല 50 വർഷ വാറന്റിയും ഒരു ടെൻഷനും കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്. കുടുക്കീസ് റൂഫാണ് ഓൾ ഇന്ത്യ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീടിന് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്. എങ്ങനെ ക്വാളിറ്റി എന്നല്ല, ധൈര്യമായിട്ട് താഴേക്ക് വീണാലും ഒരിക്കലും പൊട്ടുകയോ ഒരു കംപ്ലൈന്റോ വരാത്ത, തേങ്ങ വീണാലെന്നല്ല ലോറി കയറിയാലും പൊട്ടാത്ത ഓട്. സാധാരണ ഓടുകൾ മാറി, ഇപ്പൊ കാലം മാറി, ഇപ്പൊ ഏറ്റവും പുതിയ മോഡൽ റൂഫിംഗ് ടൈൽ വന്നിരിക്കുകയാണ് അല്ലെ? അടിപൊളിയായിട്ടുള്ള റൂഫിംഗ് ടൈൽ, ഡോക്ടൈലിന്റെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈൽ. 5 ടൈലിന്റെ അല്ലെങ്കിൽ 4 ടൈലിന്റെ വലിപ്പം വരികയാണ്, ഒരിക്കലും പൊട്ടില്ല, ഒന്നും ആവില്ല. അങ്ങനെ തന്നെയാണോ പറയേണ്ടത്? ശരിക്കും ഇതിന്റെ പ്രത്യേകത എന്താ? അല്ല, ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഒന്നാമത്. പിന്നെ ഇതിന്റെ ഒരു ബേസ് ടൈൽ മെറ്റൽ ആയത് കാരണം മെയിൻ്റെനൻസോ കാര്യങ്ങളോ ആവശ്യം വരുന്നില്ല. പണ്ട് കാലം മുതലേ ഓട് ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൺസേൺ, ഒരു വർഷം കഴിയുമ്പോൾ റെഡ് ടൈല് ഗ്രീൻ ടൈലാവും, പിന്നെ അങ്ങനെ ഒരു പായൽ പിടിക്കും. അതെ, പിന്നെ വർഷത്തിലുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും അതൊന്നും ഇതിനില്ല. ഇത് വളരെ ഈസി ആയിട്ട് ഇതാ ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്ക് നടക്കുമ്പോൾ തന്നെ എടുത്ത് പറയണ്ടേ, ഓടിനെയാണല്ലോ നമ്മൾ കമ്പയർ ചെയ്യുക. നമ്മൾ ഈ സൈറ്റിന്റെ അടുത്തുള്ള വീട്ടിൽ പോലും നമ്മൾ നോക്കുമ്പോൾ റൂഫിംഗ് ടൈലിൽ ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അല്ലെ? മഴക്കാലമായ അത് സ്വാഭാവികമാണ്. അതെ, ഇല്ല, ഇതിലാവുമ്പോ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് മെയിൻ്റെനൻസ് ഇല്ല, നോ മെയിൻ്റെനൻസ്. ഏറ്റവും വലിയ പ്രത്യേകത ഡോക്ടൈൽ സ്റ്റോൺ കോട്ടഡ് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ മഴയത്ത് സൗണ്ട് ഇല്ല, അങ്ങനെയുള്ള, പിന്നെ ചൂടും കുറവാണ്. അതിന് പുറമെ മെയിൻ്റെനൻസ് ഇല്ല. ഓക്കെ, ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊക്കെ നോക്കൂട്ടോ. തീർച്ചയായും. കാരണം സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പറയല്ലോ, നമുക്ക് പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിന്റെ തിക്നെസ്, ഇത് തിക്നെസ് ഉണ്ടോ? എത്ര വരുന്നത്? 0.45 mm തിക്നെസ്സിലാണ് വരുന്നത്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോൺ കോട്ടഡിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ അതിന്റെ ഒരു വെയിറ്റ് ഇതിനകത്ത്. ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ ഇതിൽ എക്സ്പെർട്ട് ആയ ഫൈസൽ കുടുക്കിയെ കൂടെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കുടുക്കീസ് റൂഫിംഗ്സ് അല്ലേ? ഓൾ ഇന്ത്യയിൽ ഈ ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. അതും എത്ര വർഷമായി? ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ 11ാമത്തെ വർഷമാണ്. മേഖലയിൽ 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ ഒരു മെറ്റീരിയൽ അല്ലേ? അതെ, ഇന്ത്യയിൽ എല്ലായിടത്തും ഏറ്റവും നന്നായി സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിപ്പോ ഇത് ഡോക്ടൈലിന്റെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈൽ. അതെ, നമ്മൾ റൂഫ് ടോപ്പിൽ തന്നെ വന്നത് ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി. നല്ല രീതിയിൽ ഗ്രിപ്പും കൂടെ കിട്ടുന്നുണ്ടല്ലോ ഇതിനകത്ത്. ഗ്രിപ്പ് ഉണ്ട് ഇതിൽ, സ്റ്റോൺ കോട്ടഡ് ആയത് കാരണം ഗ്രിപ്പ് വരുന്നത്. സാധാരണ സ്റ്റോൺ കോട്ടഡിന്റെ ഒരു ഗ്ലൈസിംഗ് ഫീൽ കാണാറുണ്ട്. ഇത് ഗ്ലൈസിംഗ് ഒരു മാറ്റ് ഫിനിഷ് ആണല്ലോ. എന്താണ് ഇതിനുള്ള പിന്നിലുള്ള രഹസ്യം? അല്ല, ഡോക്ടൈൽ സ്റ്റോൺ കോട്ടഡിൽ യൂസ് ചെയ്തിരിക്കുന്ന മോർ ദാൻ 70% നാച്ചുറൽ സ്റ്റോൺ ഗ്രാനുൾസ്. നാച്ചുറൽ ആണ്. അത് കാരണം ഇത് കാണാൻ ഒരു നാച്ചുറലി ഒരു പ്രൊഡക്റ്റ്, നാച്ചുറൽ ഇതിൽ കാണുന്ന സെറാമിക് ഗ്രാനൂൾസും തമ്മിലൊരു വ്യത്യാസം ഉണ്ട്. ആ ഒരു ക്വാളിറ്റി ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഒരു വർക്ക് തുടങ്ങിയിട്ട് 2 ദിവസമായെന്ന് തോന്നുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിന്റെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. അതെ, ഈസി ഇൻസ്റ്റാളേഷൻ ആണ്. സാധാരണ രീതിയിൽ സ്ക്രൂ ചെയ്യുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റാറുണ്ട്. ഇതിന് അത് പിന്നീട് ലീക്കേജിനും കാരണമാകാറുണ്ട്. ഇതിന്റെ സ്ക്രൂ ബാക്കിൽ അല്ലേ? അതെ, ഇത് എത്ര ഫോഴ്സിൽ വെള്ളം മേലെ നിന്ന് വന്നു കഴിഞ്ഞാലും ഒരു ഡ്രോപ്പ് പോലും അകത്തേക്ക് വരില്ല. അത്ര ക്ലിയർ ആണ്, അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ജോയിന്റ്സ് വളരെ
ക്ലീൻ ആയിട്ട് കട്ട് ചെയ്ത് പോകും. ചില സ്ഥലത്ത് ജോയിന്റ്സ് ഉണ്ടോന്ന് അറിയുന്ന പോലും. അതെ, അത് ഇത് ഡോക്ടൈലിന്റെ മാത്രം പ്രത്യേകത. ഡോക്ടൈൽ സ്റ്റോൺ കോട്ടറിന്റെ മാത്രം ഇത്രയും സ്ട്രോങ് ആയി ഇത്രയും സേഫ് ആയിട്ടുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ അവര് ഈ ഒരു കോണില് അവിടെ നമ്മള് ഓടുകൾക്കാണെങ്കിൽ മൂലോട് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇതിനകത്ത് അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നത്. ഇതില് വരുന്നുണ്ട് റിഡ്ജ് ടൈല് വരുന്നുണ്ട്. അത് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു 2 മീറ്റർ ലെങ്ത്തിൽ വരും. 2 മീറ്റർ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇതുപോലുള്ള ഏരിയകളിൽ കളറുകൾ പല റെഡ് കളറൊക്കെ മുമ്പേ കണ്ടിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കളറായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഫോറസ്റ്റ് ഗ്രീൻ കളറാണ്. നമ്മുടെ കയ്യിലൊരു 10-ലധികം കളേഴ്സ് ഉണ്ട്. 10-ലധികം കളേഴ്സ്. ഓക്കെ ഓക്കെ. ഈ ക്ലയന്റ് സെലക്ട് ചെയ്ത ഒരു വെറൈറ്റി കളർ തന്നെ ആയിപ്പോയി. അതെ, ഗ്രീൻ, ഫോറസ്റ്റ് ഗ്രീൻ ആണ്. ഇതിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ കളർ അല്ല ഇത്, അല്ല ഡബിൾ ഷെയ്ഡ് ഇത് അല്ലേ? 2 കളർ വന്നു. അത് കളറിൽ അങ്ങനെയൊക്കെ വേരിയേഷൻസ് വരുമോ? അത് വരും. നമുക്കൊരു ഡബിൾ ഷെയ്ഡ് ഉണ്ട്, സിംഗിൾ ഷെയ്ഡിൽ വരുന്നുണ്ട്, പിന്നെ ഒരു 3 കളറിൽ വരുന്ന ഒരു പ്രൊഡക്റ്റും കൂടി ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, നമുക്കിത് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയൊന്ന് കണ്ടാലോ? തീർച്ചയായും. അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്റ്റോൺ കോട്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത്, സാധാരണ ഒരു ഓട് മേയുന്നിടത്ത് ഇത് 4 എണ്ണം 6 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ആ സ്ക്വയർ ഫീറ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു മെറ്റീരിയലില് ഇത് പറഞ്ഞു പോകുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇതൊരു ചെറിയ ഗ്രാനുവൽസ് ആണല്ലോ. അതെ, പറഞ്ഞു പോവാ? ഇല്ല, ഒരിക്കലും പറഞ്ഞു പോവില്ല. നമുക്ക് ഇതൊന്ന് വെച്ച് കാണിച്ചാലോ? ഈ ഒരു ടൈല് നമുക്ക് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. ഈ ട്രസ് വർക്ക് ഇവര് കറക്റ്റ് ആയിട്ട് അളവെടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അതെ. സാധാരണ റൂഫിംഗ് ടൈലിന് കൊടുക്കുന്ന അതേ സ്പേസിംഗ് തന്നെയാണോ? അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. പർലിംഗിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെ. ഓക്കെ, അപ്പൊ ആ ഒരു ഇതാണ് ഉപയോഗിക്കുന്നതെന്ന് ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം. അതെ, ആദ്യം കസ്റ്റമർ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സ്പെക്ക് കൊടുക്കും. അതിനനുസരിച്ച് ഫ്രെയിം വർക്ക് ചെയ്ത് അതിനുശേഷമാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് അല്ലേ? അതെ. ഈ ഒരു ഫീൽഡിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീം ആണല്ലോ. അതെ. 10 വർഷമാണോ? അല്ല, ടോട്ടൽ റൂഫിംഗ് ഇതില് 18 വർഷമായി. 18 വർഷമായിട്ട് ഒരു മേഖലയിലുള്ള ഒരു റൂഫിംഗ് മേഖലയിലുണ്ട്. ഈ സ്റ്റോൺ കോട്ടഡ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരാള് പറയാൻ പറ്റുമോ? തീർച്ചയായും. ആദ്യമായിട്ട് സ്റ്റോൺ കോട്ടഡ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു ടീമാണ്. അതെ. ഈ ഒരു പ്രൊഡക്റ്റ് സൗണ്ട് പ്രൂഫ് ആണെന്ന് വെറുതെ പറഞ്ഞാൽ പറയാം, നമുക്ക് തെളിയിച്ചു തരണം. തെളിയിക്കാൻ പറ്റുമോ? വെള്ളം അടിച്ച് നോക്കട്ടെ. ഇത് നമുക്ക് ഇവിടെ വെക്കാം അല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് പമ്പ് ചെയ്തോളൂ. വെള്ളം ആദ്യം ഒന്ന് അടിച്ചു നോക്കട്ടെ. ഓക്കെ, വെള്ളം നേരെ പമ്പ് ചെയ്യാണ് ഈ കാണുന്നതിലേക്ക് അല്ലേ? സൗണ്ട് ഒന്ന് നോക്കണമല്ലോ. സാധാരണ ഷീറ്റുകളിൽ ഭയങ്കര ശബ്ദം ഉണ്ടാവും. ഓക്കെ, സാധാരണ റൂഫിംഗ് ഷീറ്റിൽ കേൾക്കുന്ന ശബ്ദമേ അല്ല. ഇനി അതിനകത്തേക്കൊന്ന് അടിച്ചേ. ഇതുപോലുള്ള ബഹളങ്ങളായിരിക്കും സാധാരണ റൂഫിംഗ് ഷീറ്റിൽ കേൾക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഇതിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും നല്ലൊരു ശബ്ദം. അത് പുറത്തേക്കുള്ള ശബ്ദമാണ്, ഉള്ളിലേക്ക് ആ സൗണ്ട് ഉണ്ടാവുകയില്ല. ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ബലമുണ്ട്, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് തിക്നെസ് വളരെ കുറവാണ്. ഇങ്ങനെ വരുമ്പോൾ അതിൽ ലാബേഴ്സ് നടക്കുമ്പോഴൊക്കെ കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഇല്ലേ? ഇല്ല, നമുക്ക് ഇതിൽ തന്നെ മേലെ നടത്തിക്കാം. ഇവര് നടക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ. അപ്പൊ ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, രണ്ടുപേരും നടന്നോട്ടെ. നടക്കുന്നുണ്ട് അല്ലേ? ഒരു ടെൻഷൻ ഫ്രീ ആണ്. അതെ. ഓക്കെ, അവര് ഓടുന്നുണ്ടല്ലോ അതിന്റെ മേലെ. സാധാരണ ഫാബ്രിക്കേറ്റേഴ്സിന് ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ്, നമ്മൾ ഇതുപോലെ പർലിംഗ് അടിച്ച് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകുമോ അല്ലെങ്കിൽ ഞെളുങ്ങി പോകുമോ എന്നൊക്കെ. ഈ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നേ ഇല്ല. അത്രയും സ്ട്രോങ് ആണ് ഇത്. സ്ട്രോങ് ആയിട്ട് തന്നെ. നമ്മുടെ കൂടെയുള്ളത് ഈ ഒരു വീടിന്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ എഞ്ചിനീയർ കൂടെ ആയ അബൂബക്കർ സാറാണ്. ഈ ഒരു വീടിന്റെ എഞ്ചിനീയർ എന്നുള്ളതിനപ്പുറം ഹൗസ് ഓണർ ആണ്. സ്വന്തം വീട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു കാണും അല്ലേ? എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഇത് ഞാൻ ആദ്യം നമ്മൾ ഈ റൂഫിങ്ങിൽ ഒരു മാറ്റം ഉദ്ദേശിച്ച് ചെയ്തതാണ്. കാരണം സാധാരണ ഈ കോൺക്രീറ്റ് വീടുകൾ പൊതുവിലേ സിംഗിൾ ഫ്ലോർ ഒക്കെ ആകുമ്പോഴേ ഭയങ്കര ചൂട്. അപ്പോൾ അതിനൊരു മാറ്റം ഉദ്ദേശിച്ച് അങ്ങനെ കുറേ സ്റ്റഡി നടത്തി നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് നോക്കി. എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഈ കാറ്റഗറിപ്പെട്ട ഒരു പിന്നെ പ്രോഡക്റ്റ് ആയിട്ട് ഈ സ്റ്റോൺ കോട്ടഡിൽ ഡോക്ടൈൽ സ്റ്റോൺ കോട്ടഡ് ഒരുപാട് അല്ലേ? ഇതിന്ന് ഒരു വ്യത്യാസം ഫീൽ ചെയ്തോ? വ്യത്യാസം ഫീൽ ചെയ്തു. മെയിൻ ആയിട്ട് എന്താണ് അതിലൊരു ക്വാളിറ്റിയിൽ? ഇപ്പൊ നമ്മള് കണ്ടു, ഇവര് ചെയ്ത പ്രോജക്റ്റുകളൊക്കെ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം നമ്മളിത് അതിൻ്റെ ഈ ചൂട് കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പിന്നെ രണ്ടാമത് മഴ പെയ്താൽ സാധാരണ ഷീറ്റുകളിൽ മേലെ വീഴുമ്പോഴുള്ള ഒച്ചപ്പാട് സൗണ്ട് അതില്ല. അതൊരു വലിയൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ അത് വളരെ ഈസിയാണ്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേമാതിരി അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളതിൽ അട്രാക്ട് ചെയ്തത്. അപ്പോൾ ഹാപ്പിയാണ് തീർച്ചയായിട്ടും. ഈ പ്രോഡക്റ്റ് ഓക്കെ ആണോ? തീർച്ചയായിട്ടും. ഇവര് നല്ല കമ്പനിയാണ്. നല്ല ഈ കുഡ്കീസ് ആണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഓൾ ഇന്ത്യ ലെവലില്. അപ്പൊ അവരുടെ അടുത്ത് നല്ല ഒരു ടീമുണ്ട് ഈ ഫാബ്രിക്കേറ്റേഴ്സ്. അപ്പൊ അവരെന്നത് കംപ്ലീറ്റ് നമുക്ക് A to Z വരെ
ഈ റൂഫിംഗ് കംപ്ലീറ്റ് അവർ ചെയ്തു തരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ വേറെ ആളുകളത് നോക്കി നടക്കണ്ട. വെച്ചാൽ ആദ്യം ഡ്രസ് വർക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഈ റൂഫ് ഇത് ചെയ്യാൻ രണ്ടാമത് വേറെ ഗ്രൂപ്പ്, അങ്ങനെയല്ല. ഇവരൊറ്റയ്ക്ക് A to Z വരെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. പിന്നെ ഈ സാധനങ്ങളൊക്കെ പ്രോംപ്റ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് അവർ സൈറ്റിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ചോദിച്ച പോലെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ചെയ്ത സൈറ്റുകൾ സന്ദർശിക്കേണ്ടതുണ്ട്. ഒരു എഞ്ചിനീയർ എന്നുള്ള നിലക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ ആദ്യം കണ്ടു. ഇവരെ യൂട്യൂബുകളിലും മറ്റുള്ള ഇവർ ചെയ്ത ഒരുപാട് പ്രോജക്റ്റുകൾ കണ്ടു. അത് അങ്ങനെ ഇവരെ ASM തന്നെ വിളിച്ചിട്ട് നമ്മൾ ആ സൈറ്റ് പോയി വിസിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കത് നല്ലൊരു മോഡേൺ ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. വെച്ചാൽ വളരെ ഭംഗിയുള്ളൊരു പ്രോഡക്റ്റാണ്. നല്ല ഇട്ട് കഴിഞ്ഞാൽ ഇമാജിൻ ചെയ്തു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് പിന്നെ അത് നല്ല രീതിയിൽ കാണുന്നുണ്ട് ചെയ്തപ്പെടുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. വാല്യുബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറഞ്ഞത്. നമ്മൾ വർക്ക് സൈറ്റിലാവുമ്പോൾ അതാ ലേബേഴ്സും അതിന്റെ കോൺട്രാക്ടർ എല്ലാവരും ഉണ്ട്. അബ്ബാസ്ക്കാണ് കൂടെ ഉള്ളത്. അബ്ബാസ്ക, നമ്മുടെ വ്യൂവേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു അഭിപ്രായത്തിന് അപ്പുറം നമുക്കും നമ്മുടെ വ്യൂവേഴ്സിനും വേണ്ടത് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുടെ അഭിപ്രായം. എങ്ങനെയുണ്ട് ഒരു പ്രൊഡക്റ്റ്? ഈ പ്രൊഡക്റ്റ് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതേ സെയിം ക്വാളിറ്റിയിലുള്ളത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ടോക്ടൈലിന്റെ പ്രൊഡക്റ്റാണ് അതിൽ ബെസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയത്. ഒന്നാമത് അത് നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ്. പിന്നെ ലേബേഴ്സ് അതിന്റെ മേലെ കൂടെ നടന്നു കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. ഒന്ന് ചുളിവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവര് റഫായിട്ടാണ് ചവിട്ടുന്നത്. ധൈര്യത്തിൽ ചവിട്ടാ, കോൺഫിഡന്റോടെയാണ് ചെയ്യുന്നത്. മറ്റ് ബ്രാൻഡുകളും ചെയ്യുമ്പോൾ അത്രത്തോളം അത് ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിട്ട്, പിന്നെ ഇതിന്റെ ഈ സ്റ്റോണൊന്നും ഇളകുന്നില്ല. പിന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും പിന്നെ അതിന്റെ ക്ലയന്റ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ക്ലയന്റ് ഹാപ്പിയാണ്, അതിനപ്പുറം വർക്കർ ഹാപ്പിയാണ്. നമ്മള് പിന്നെ പല ആളുകളും രണ്ടാമത് വിളിച്ചിട്ട് നമ്മളോട് അതിന്റെ സെയിം പ്രൊഡക്റ്റിന് വേണ്ടി നമ്മളോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറയല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൂഫിങ്ങിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റൂഫിംഗ് മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള ഒരു മേഖല. തീർച്ചയായും അതിൽ ടെൻഷൻ ഫ്രീ ആയ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ശരിക്കും നല്ലൊരു അനുഭവം തന്നെ ഉണ്ടാവില്ലേ? അതെ അതെ അതെ. നമ്മൾ മുന്നേ ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രോഡക്റ്റും റൂഫിങ്ങിലെ എല്ലാ പ്രോഡക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു റൂഫിംഗ് മേഖലയിലുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നല്ല ടെൻഷനുള്ള സമയമായിരിക്കും അത്. ശരിക്കും ഉറങ്ങാൻ വരെ മെയിൻ്റെനൻസ് മെയിനായിട്ട് ലീക്ക് തന്നെയാണ്. മെയിനായിട്ട് ലീക്ക് കാരണമാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഉറക്കില്ല. അതെ, പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെയുള്ള ഒരു മെയിൻ്റെനൻസോ കാര്യങ്ങളോ നമുക്കില്ല. ഇപ്പോഴാണ് ഉറങ്ങാൻ തുടങ്ങിയത്. ഈ 10-11 വർഷം ഈ പ്രോഡക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നന്നായി ചെയ്യുന്നുണ്ട്. ടെൻഷൻ ഫ്രീ ആയി ചെയ്യാം. ഇതിന്റെ ഏതൊക്കെ കളറുകൾ വരുന്നുണ്ട്? ഇതിന് നമുക്കൊരു 10-ലധികം കളേഴ്സ് ഉണ്ട്. 10-ലധികം കളേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളെ വീടിന്റെ ഡിസൈൻ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണെന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായും. ഇതിന് ആകെ വരുന്ന ഒരു മെയിൻ്റെനൻസ് ഇതൊരു 4-5 വർഷം കൂടുമ്പോൾ ഒന്ന് പാല് വരികയാണെങ്കിൽ ഒന്ന് പ്രഷർ വാഷ് ചെയ്യുക. പ്രഷർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ക്ലീൻ ആയിക്കോളും. ഇപ്പൊ വരുന്ന പ്രോഡക്റ്റ് ഈ ഒരു 2025 വരുന്ന പ്രോഡക്റ്റ് ആൽഗെ റെസിസ്റ്റന്റ്. അത് കാരണം ഒരു 4-5 വർഷം ലാസ്റ്റ് ചെയ്യുന്നത് ആൽഗെ ഇല്ലാതെ ലാസ്റ്റ് ചെയ്യുന്നത് ഒരു അതിന്റെ നേരെ ഇരട്ടി ഒരു 8-10 വർഷം വരെ നിൽക്കും. പാല് വരാതെ. അതെ, ഓരോ ഏരിയ ബേസ് ചെയ്തിട്ടിരിക്കും. മഞ്ഞ് കൂടുതൽ ഇറങ്ങുന്ന സ്ഥലം, മരങ്ങൾ ചുറ്റുമുള്ളത്, അവിടേക്കാണെങ്കിൽ കുറച്ച് നേരത്തെ പാല് വരാം. പാല് വന്നാലും വളരെ ഈസി ആയി നമുക്ക് പ്രഷർ വാഷ് ചെയ്ത് അത് ക്ലീൻ ചെയ്യാം. ഇത് റൂഫിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് പോവാണ് ചെയ്യുക അല്ലേ? വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ വില ഒരു പ്രധാന ഘടകമല്ലേ? അതെ, വില ശരിക്കും നമുക്ക് ഈ ഡോക്ടൈലിന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 135 മുതലാണ്. പ്രൈസ് 135 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മളിപ്പം സെറാമിക് ടൈല് ഫ്രെയിം അടിച്ച് എല്ലാം ചെയ്തു വരുമ്പോൾ വരുന്ന ആ ഒരു കോസ്റ്റ് അതിനേക്കാളും താഴെ ഇതിന് വരുന്നുള്ളൂ. അതെ, അതായത് ഫ്രെയിം വർക്കിൽ നമുക്ക് ഇതിൽ കോസ്റ്റ് കുറെ ലാഭിക്കാൻ പറ്റും.
ഓക്കെ, അത് മാത്രല്ല മാർക്കറ്റിൽ കുറഞ്ഞ റേറ്റിന് ഇത് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. എന്തിന് കോക്ടെയിൽ നമ്മൾ വാങ്ങണം? അല്ല, ഡോക്ടറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസ് ഇതിൽ പ്രീമിയമാണ്. ഇതിൽ നാച്ചുറൽ ഗ്രാനുൾസ് 70% മോർ ദാൻ 70% നാച്ചുറൽ ആണ് ഗ്രാനുൾസ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെ സ്ട്രെങ്ത് മാർക്കറ്റിൽ 0.50 എന്ന് പറഞ്ഞു വരുന്ന പ്രൊഡക്റ്റിനേക്കാളും സ്ട്രെങ്ത് അതെ, ഇത് 0.45 ആണ്. പക്ഷെ നിങ്ങൾ അത് ഏത് സൈറ്റിലും ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. ചവിട്ടി നടന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നങ്ങളോ ഇതിൽ ഉണ്ടാവുന്നില്ല. പിന്നെ ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം വേറെ ഒരു പ്രൊഡക്റ്റിനും ഇല്ല, ഡോക്ടൈലിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കറക്റ്റ് ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. ഇതിൽ ഡോക്ടൈൽ പഞ്ചിങ് ഉണ്ട്, അതുപോലെ ഇതിൽ പ്രിന്റിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ടെൻഷൻ ഇല്ല, ഡേറ്റ് ഉൾപ്പെടെ ഇതിലുണ്ട്. ഇത് 50 വർഷം വാറണ്ടി പ്രൊഡക്റ്റ്. 50 വർഷം വാറണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ച് ഇനി കൂടുതൽ അറിയണമെങ്കിൽ നേരിട്ട് വിളിക്കാം അല്ലേ? തീർച്ചയായും. നമ്മളെ ഓഫീസ് എറണാകുളത്താണുള്ളത്. നമ്മളിപ്പോ മലപ്പുറം ജില്ലയിലെ സൈറ്റിലാണുള്ളത്. ആൾ കേരള അല്ല, ഓൾ ഇന്ത്യ എല്ലായിടത്തും സപ്ലൈ ഉണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂഫിംഗ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആശങ്ക ഉണ്ടാവുക, ഇതിന്റെ ഫ്രെയിം അല്ലെങ്കിൽ അതിന്റെ ഡ്രസ് വർക്ക് ചെയ്യാൻ ആളെ കിട്ടില്ല, അല്ലെങ്കിൽ ഓരോന്നിനും ആളെ തിരയേണ്ട ഒരു അവസ്ഥ. നിങ്ങൾ ഏതൊക്കെ റേഞ്ചിൽ ചെയ്യുന്നുണ്ട്? നമ്മളെല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഫാബ്രിക്കേറ്റേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും ക്ലയന്റിന്. അപ്പോൾ അതിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വെച്ച് ചെയ്യിക്കാം. അപ്പോൾ ടെൻഷൻ ഇല്ല, ധൈര്യമായിട്ട് ബന്ധപ്പെടാം. താങ്ക് യു.